ഞാൻ തൊൽഹത്ത്. ഞാനിപ്പോൾ കാണിക്കുന്ന റോഡ് വീലറിനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഓണറാണ് കേട്ടോ, ഡോഗിൻ്റെ ഫസ്റ്റ് ഓണറാണ്. ഇതിന് മുന്നേ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. അത് ഒരു 2 മാസം ബാക്ക് 2 മാസം മുന്നേ 2 മാസം ആകുമ്പോഴേക്ക് പാർവോ വൈറസ് നമുക്ക് അങ്ങനെ വാക്സിൻ അടിക്കണമായിരുന്നു അറിയില്ലായിരുന്നു. പാർവോ വൈറസ് അങ്ങ് വെടിവിട്ട് പെട്ടെന്ന് പിന്നെ ഡെഡായിപ്പോയി. അപ്പോൾ അതിന് ശേഷം വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇതിനൊരു 6 മാസം പ്രായമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് റോഡ് വീലറിനെ ഒരിക്കലും ഒരു ഫസ്റ്റ് ഓണർ വാങ്ങിക്കരുത് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഡോഗിനെ വാങ്ങിക്കുന്നത്, ഒരിക്കലും റോഡ് വീലറിനെ വാങ്ങിക്കരുത്. ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നെഗറ്റീവ്സ് റോഡ് വീലറിനുണ്ട്. പിന്നെ ഞാൻ തന്നെ നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമുക്കതൊരു പരിമിതി ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വീട്ടിൽ കയറുകയാണ് പതിവ്. കൈയാണേലും കയ്യിൽ കൊടുക്കും. കാരണം ഇതിനെ നമ്മൾ പെറ്റായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഓണർ തന്നെ ട്രെയിനർ ആവണം. അതാണ് പ്രത്യേകത. നമുക്ക് എവിടെ പോയിട്ട് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ട്രെയിനർ പറയുന്നേ കേൾക്കുള്ളൂ, നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. അത് സിംഗിൾ ഓണർ ഡോഗ് എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ നമ്മൾ വീട്ടിലുള്ളതായിട്ട് എല്ലാവരുമായിട്ടും സോഷ്യലൈസ് ചെയ്തെന്ന കുഴപ്പമൊന്നുമില്ല. വീട്ടിലെല്ലായിട്ടും മോനായിട്ടാണെങ്കിലും സോഷ്യലൈസ് ചെയ്ത് അങ്ങനെ തന്നെ വളർത്തുന്നത്. പക്ഷെ ആള് വല്ലാതെ ഗ്രൗൾ ചെയ്യും ചില സമയത്ത്. അതായത് അതിന് പറ്റാത്തത് വല്ലതുമാണ് ഗ്രൗൾ ചെയ്യും. ആ സമയത്ത് നമ്മൾ പേടിക്കും. അപ്പോൾ അതാണ് പ്രശ്നം. പിന്നെ കടിച്ചാൽ പിന്നെ പിടിവിടില്ല. സത്യം പറഞ്ഞാൽ ഒരു ഡേഞ്ചർ തന്നെയാണ് ഈ ഒരു സാധനം. അപ്പോൾ ഒരു ഫസ്റ്റ് ഓണറിന് പറ്റിയ ഡോഗല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ കുട്ടിപ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന 1 മാസം മുതൽ തന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങാം. എനിക്കൊരു കഴിഞ്ഞൊരു 3 മാസമായി ഇതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേഴ്സണലായിട്ടുള്ള വിഷയമുള്ളതുകൊണ്ട് 3 മാസം ഇതിനെ മൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് നെഗറ്റീവ്സ് ഇതിന് നല്ല ട്രെയിൻ ചെയ്ത് വന്നായിരുന്നു. അപ്പം പറ്റാത്ത പോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. എന്നാലും പറഞ്ഞതൊക്കെ കേൾക്കും. എന്നാലും മേത്തിലേക്ക് ഇടിച്ച് കയറുക, പിന്നെ വണ്ടികളൊക്കെ പോകുമ്പോൾ ചാടി കടിക്കാൻ നോക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര അഗ്രസീവാണ് സാധനം. അതുകൊണ്ട് റോഡ് വീലർ നോട്ട് ഫോർ ഫസ്റ്റ് ഓണേഴ്സ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാണിച്ചു തരാം. ഓക്കെ ഡോഗ് വെയിറ്റ്. ഓക്കെ വെയിറ്റ്. നോ 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 യെസ്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട്, അതായത് പെട്ടെന്ന്. പിന്നെ ഇതിനൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അഡൻറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബുദ്ധിയുള്ള സാധനം. ബുദ്ധി എന്ന് പറഞ്ഞാൽ ശരിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മൾ 4-5 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഈ ഒരു സാധനം നമ്മൾ പറയുന്നത് അനുസരിക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണമെന്നുള്ളൂ. നമ്മൾ എപ്പോഴും പിന്നെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം ഇതിനെ വാങ്ങിക്കുക. അതല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ അയാൾക്ക് വിറ്റ് ഒഴിവാക്കാൻ വരെ പറ്റാത്തൊരു ഡോഗാണ്. നമ്മുടെ കൂടെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാവണം. അതാണ് ഈ ഒരു ഡോഗിന്റെ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കിയ വസ്തുതയാണ് പറയുന്നത്. ഞാൻ ഒരു ഫസ്റ്റ് ഓണറാണ്. എനിക്കുണ്ടായ നെഗറ്റീവ്സും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ സിറ്റ്. ഓക്കെ നോ 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 യെസ്. അപ്പോൾ കൈ വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ട്. പക്ഷേ നമ്മൾ ഇസ്ലാം കമ്മ്യൂണിറ്റി പറയുന്നത് നജസ് എന്നാണ്. നജസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്നാണ്. ഇതിനൊരു ഹറാമാക്കിയിട്ടില്ല. ഇസ്ലാം മതം ഒരിക്കലും ഒരു പട്ടി ഹറാമാക്കിയിട്ടില്ല. നമുക്ക് വളർത്തുന്നതിന് യാതൊരു ദോഷവുമില്ല. പക്ഷെ നമ്മൾ അതിനെ തൊട്ടാലോ അതിനെ കഴുകിയാലോ കഴുകുക നല്ല വൃത്തിയായിട്ട് 7 പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ് പഠിപ്പിച്ചത്. നജസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നജസുകളൊക്കെ ഉണ്ടല്ലോ. ആ നജസിൽപ്പെട്ട ഒരു നജസാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ ശരിക്കും പരിപാലിക്കാതെ റോഡ് വീലറിനെ വളർത്താൻ പറ്റില്ല. ഒരു വീട്ടിൽ റോഡ് വീലറിനെ നമ്മൾ കൂട്ടിലിട്ടിട്ട് ഫുഡ് കൊടുത്തിട്ട് വളർത്താൻ ഡേഞ്ചറാണ്. പിന്നെ നമുക്ക് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും. ഒരിക്കലും നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ പിടിച്ച് കടിക്കുന്ന സ്വഭാവത്തിലേക്ക് വരും. അതുകൊണ്ട് അത്യാവശ്യം ഒരു പെറ്റ്. നോ 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 ബാക്ക് ബാക്ക് സിറ്റ് സിറ്റ് സിറ്റ്. ഓക്കെ ഗുഡ് ബോയ്. ഡൗൺ 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 റോക്കി ഡൗൺ. നോ നോ യെസ്. ഓക്കെ. പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ട്രെയിൻ ചെയ്യുക. ഒരാൾ എപ്പോഴും പിന്നെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോ എന്ന് പറയുന്നോ ആ നോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ് കൊടുത്തോളണം. അതാണ് അതിന്റെ ശരിയായ രീതി. നോ 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 ബാക്ക് സിറ്റ് 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 നോ. താഴെട്ട ഫുഡ് കഴിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് ആണ് നോക്കണം കേട്ടോ. ഓക്കെ നോ 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 നോ. അപ്പൊ അങ്ങനെ നമ്മൾ താഴെ ഫുഡ് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ. പിന്നെ നോ റോക്കി റോക്കി നോ നോ നോ. അപ്പൊ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. നമ്മളിപ്പോ താഴെ നോ. കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ട്. പഠിച്ച് വന്നായിരുന്നു. ഞാൻ കുറച്ച് കെയർ ചെയ്യാൻ
പിന്നെ കുറച്ച് ടൈം വൈകിപ്പോയി. അപ്പൊ ഇത് കഴിച്ചതിന് ശേഷം പിന്നെ താഴെ കഴിക്കുള്ളൂ. നോ നോ ആ റോക്കി നോ നോ യെസ് റോക്കി നോ നോ നോ. ഞാനന്ന് പഠിപ്പിച്ച് വന്നായിരുന്നു, ഒക്കെ വിട്ടു. നോ നോ യെസ്. അപ്പോൾ ഒരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം കേട്ടോ. ഫോളോ ചെയ്ത് ഡെയിലി അവർ നമ്മൾ എന്താണോ ചെയ്ത് പഠിപ്പിക്കുന്നത് ഡെയിലി ആയിട്ട് ട്രെയിൻ ചെയ്ത് ഇത് ശരിക്കും ഒരു വയസ്സാകുമ്പോൾ കറക്റ്റ് ഒരു ട്രെയിൻഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേത്തൊക്കെ കയറി നമുക്കിത് താങ്ങാം. വമ്പം പവറാണ് സാധനത്തിന്. അതായത് മേലൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് താങ്ങയില്ല. ഒരുവിധം ലേഡീസിനും തീരെ പറ്റില്ല. മേല് കയറി അത്രയും ഒരു ശക്തിയുള്ള ഒരു എന്താ പറയുക, ഒരാളെ പിടിച്ച് തള്ളിയിടാൻ കഴിവുള്ളൊരു ഡോഗാണിത്. ഓക്കെ റോക്കി നോ നോ വെയിറ്റ് നോ നോ യെസ് റോക്കി നോ 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 യെസ് നോ നോ വെയിറ്റ് യെസ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ എൻ്റെ കൈയൊക്കെ മണ്ണൊക്കെ ഇട്ട് കൈ കിട്ടോ. അതാണ് ഞങ്ങൾ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. പക്ഷെ റോട്ട് വീലർ എന്ന പട്ടി ഡോഗ് ഇത് ഫീമെയിലാണ്. ഡോഗ് നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല. സാധനം അഗ്രസീവ് ആവും. നിങ്ങൾ പെറ്റായിട്ട് തന്നെ വളർത്തണം. അതായത് നമ്മളെ ഒരു കമ്പാനിയനായിട്ട് വളർത്തണം. അത് നമ്മൾ ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയാലും വളർത്തുന്നതിന് യാതൊരു ദോഷവും ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം നമ്മൾ അതിനെ തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പരിപാലിച്ച് കഴിയും കാലം കഴുകുക, വൃത്തിയായി കഴുകുക, ശുദ്ധീകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.